rare, like these diamonds that I wear. Gold lace, please you like no other. Heartbeat racing, I'ma put you through these paces. Be the best you ever tasted. Gonna stay on your mind, come back every time, baby. I'ma keep you quiet. Told me I shouldn't watch, got in your car, then we were nothing. All the nights in your room, shit we got through, left in your dust, yeah. Don't know what you got, but I thought we had it. Now I'm supposed to act like it doesn't matter. Well, I'm writing it down, getting it out, here's to me hoping someday I'll come home and feel like no one's even gone. Play this in my shoes, I know that I've been moving on. Someday I'll go to bed and I'll forget I'm lying in your spot. But until Sunday comes, I'll be writing sad songs. Wish that there was a way I could have saved one little moment, yeah. Pull it out when I can't handle the pain of knowing it's over. I was so intact on the night I met you. Now I'm making sad songs inside my bedroom. But I'm writing it down, getting it out, here's to me hoping someday I'll come home and feel like no one's even gone. Play this in my shoes, I know that I've been moving on. Someday I'll go to bed and I'll forget. വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഏഴുവാത്മാവിലാശ വീശുന്ന മോഹനാദിവ്യകാലമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവുമായ അന്തരിക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേ മഹനീയമായ നാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ ദിനത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹം എന്ന വിദാശിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന രണ്ട് കുടുംബങ്ങളെയും മക്കളെയും എല്ലാം അങ്ങനെ മുന്നിൽ സമർപ്പിക്കുന്നു. നാഥ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ഒത്തിരിയേറെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്ന് ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുക. നല്ല കാലാവസ്ഥയും നല്ല സാഹചര്യങ്ങളും ഒക്കെ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് എത്തിച്ചേരുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിനമായി മാറുവാൻ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്തുവാനും നിന്റെ സ്നേഹവും സമാധാനവും മറ്റുള്ളവർ പങ്കുവയ്ക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, പ്രത്യേകമായി അങ്ങയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ പുത്രനായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ സുവിശേഷം നമ്മളെ വിവാഹം എന്ന കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും എപ്പോഴും കൂടെയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. വിവാഹ ജീവിതത്തിൽ മുഴുവൻ സമയവും പരിശുദ്ധ അമ്മയും ഈശോയും കൂടെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്ന്. പ്രത്യേകിച്ചും വിവാഹിതരാകാൻ പോകുന്ന ഇവരുടെ ജീവിതത്തിലും എന്നും പരിശുദ്ധ അമ്മയും ഈശോയും കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ സ്വന്തമായിട്ട് അവരുടെ കൂടെ ജീവിക്കുവാൻ, അവരുടെ കൂടെ സ്വന്തമായി അവരെ സ്വീകരിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരികളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നതിന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ.
gracious sometimes, and I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore, and I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. They say, hold on to this time we have, and let the light shine through. They say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനാശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാൻ നാമം പൂജിതമാകണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. പാപത്തിൻ കടബാധ്യതയും അന്ന് കഴിഞ്ഞു പോകണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക.
ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. അവർ ഉല്ലാസനായി രാജവട്ടത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം സ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭാര്യതയുള്ളയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹിക്കുന്നവനാകും. കർത്താവ് സ്ത്രീയോട് നിന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ജീവിതകാലം മുഴുവൻ ഓശിതം കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കും ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയും ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ചിതമിശുക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാവ് രക്ഷിക്കുന്നവൻ ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സഹോദരി പത്രോസിലെ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരുടെ വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ഭാഗ്യമോടികളായ പുതിയ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായമായ കൃതിക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടായിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവില്ല. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നവരുണ്ട്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സന്താനങ്ങളെ ഉത്പാദിപ്പിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ അത്താഴമിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീഭായി, സെനറ്റ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, നിങ്ങളെ ഈശോയാണ് ഒന്നിപ്പിക്കുന്നത്.
ഈശോയുടെ വലിയ സത്യവും ജ്ഞാനവും കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഒന്നായിത്തീർന്നത്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഈ പള്ളിയിൽ വരുന്നത് ബീച്ചേട്ടൻ്റെ നിശാചിൻ്റെ കല്യാണത്തിനാണ്. അന്നാണ് ആദ്യമായിട്ട് അരീക്കൽ പള്ളി വരുന്നത്. അന്ന് മുതൽ ഈ പള്ളിയോടും ഈ കുടുംബത്തോടും വലിയ സ്നേഹമാണ് പുലർത്തുന്നത്. കാരണം ഞങ്ങളെയൊക്കെ ആയിരുന്നപ്പോൾ ബിജു വളിയൻ വളരെ സ്നേഹപൂർവ്വമാണ് ഞങ്ങളോട് പെരുമാറിയത്. ഞാൻ ഓർക്കുന്നു, ഏകദേശം 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ സ്റ്റീഫ ജീവിച്ചത് പിറവത്താണ്. അപ്പോൾ ആ നിഷ്കളങ്കമായ ചിരി സ്റ്റീഫ ഇപ്പോഴും സൂക്ഷിക്കുകയും ആ സൗഹൃദങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിറ്റയെ നോക്കുമ്പോഴും മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുണ്ട്. ഈ പുഞ്ചിരിയാണ് നിങ്ങളെ ശരിക്കും ഏത് വിഷയത്തെയും ഏത് പ്രതിസന്ധി അതിജീവിക്കുവാൻ പര്യാപ്തമാക്കേണ്ടത്. എല്ലാ ജീവിത പ്രതിസന്ധികളും നിഷ്കളങ്കമായി പരസ്പരം ചിരിക്കുവാൻ സാധിച്ചാൽ, ഏതൊക്കെ തെറ്റുകളുണ്ടെങ്കിലും പരസ്പരം ഒന്ന് ചിരിച്ച് സൗഹൃദത്തോടെ പെരുമാറാൻ സാധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അത് വലിയ ഉതകുന്ന അനുഭവമായി തീരും. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇന്ന് വാങ്ങുന്ന കുദാശയിലൂടെ ഈ വലിയ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾക്ക് അബ്രഹാത്തെയും സാറയെയും പോലെ ലക്ഷക്കണക്കിന് മക്കളുടെ മാതാവാകുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദൈവത്തിൻ്റെ കൃപയൊഴുകുന്ന മക്കളായി തീരുവാനുള്ള സാധിക്കട്ടെ എന്ന് ഏറ്റവും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സ്റ്റീഫായെ കല്യാണം കെട്ടിക്കുവാനും ഈ ആശംസകൾ അറിയിക്കുവാനും ലഭിച്ച സന്തോഷത്തെ നന്ദി പറയുന്നത്. കാരണം നമുക്കറിയാം അത്രമാത്രം സ്നേഹപൂർവ്വമാണ് നിങ്ങൾ ചെറുപ്പക്കാലം ജീവിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളോട് ആദ്യമായി പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്. തോബീത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ തോബീത്ത് ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്: ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജഡിക അഭിലാഷത്തോടെയോ അല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. പ്രിയ മക്കളെ, നിങ്ങളെ ഒരുമിക്കേണ്ടത് നിഷ്കളങ്കമായ പ്രേമമായിരിക്കണം. ഏറ്റവും ആത്യന്തികമായി നിങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നത് ഈശോമിശിഹായാണെന്നുള്ള ബോധ്യത്തോടുകൂടെ വിശുദ്ധ കുർബാനയിലും കുദാശകളും അധിഷ്ഠിതമായി ജീവിതം നയിച്ചാൽ മാത്രമേ ഈ നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും ആതിഥ്യമായി വേണ്ടത്, ഒരിക്കൽ ഒരു വ്യക്തിയുടെ അടുത്ത്, ഒരു വൈദികന്റെ അടുത്ത് ഒരു പുരുഷൻ വന്ന് പറഞ്ഞു, അവളുടെ ഭാര്യയെക്കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറ്റങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവസാനം വൈദികൻ മടുത്തിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ഡൈവോഴ്സ് ചെയ്യണം. അപ്പോൾ ഇവർ ഞെട്ടി. കാരണം കത്തോലിക്ക പുരോഹിതന്മാര് സാധാരണ ഒരിക്കൽ പോലും ഡൈവോഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ ആ പുരോഹിതൻ എന്നോട് ആവർത്തിച്ച് പറഞ്ഞു, നീ ഡൈവോഴ്സ് ചെയ്യണം. നീ ഡൈവോഴ്സ് ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: നീ അവളെക്കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാടുകൾ നീ ഡൈവോഴ്സ് ചെയ്യണം. അതേപോലെ തന്നെ നീ അവളെക്കുറിച്ചുള്ള ചിന്തകൾ ഡൈവോഴ്സ് ചെയ്ത് അവളാകുന്ന അവസ്ഥയിൽ ഇവളെ സ്വീകരിച്ചാൽ മാത്രമേ നിനക്ക് ഈ വിവാഹ ജീവിതം സുസ്ഥിരമായി നടക്കുവാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇരിക്കുന്ന സ്റ്റീഫായോടും അതുപോലെ സിനിറ്റയോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ശരിക്കും ഡൈവോഴ്സ് ചെയ്യണം. നിങ്ങൾ 2 കുടുംബത്തിൽ നിന്ന് വന്നവരാണ്, 2 പശ്ചാത്തലം ജീവിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ വ്യത്യാസങ്ങളുണ്ടാകും. ഈ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് എത്രമാത്രം സാധിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരുന്നത്. നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ സാധിച്ചാൽ മാത്രമാണ് ഈ വിവാഹത്തിന്റെ കുദാശയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ കൃപയും ഈശോയിൽ നിങ്ങൾ ഒന്നാകുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും സ്നേഹപൂർവ്വം നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ നിറവുകളെ നമുക്കറിയാം, നമ്മുടെ ഗുണങ്ങളെയൊക്കെ മറ്റുള്ളവരുടെ ഗുണങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ പരസ്പരമുള്ള കുറവുകളെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ പരസ്പരം സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് കുറവുകളെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ വിവാഹം ധന്യമാകുന്നത്. അതിന് നിങ്ങൾക്ക് ഈശോമിശിഹായുടെ സാന്നിധ്യം വേണം.
ഈശോ മിശിഹ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുറവുകളെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിലെ പ്രകാരം വായിക്കുന്നുണ്ട്. ആദ്യം ഹവ്വായെ കണ്ടപ്പോൾ പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. അതെപ്പോഴാണ്? ദൈവം അവനോട് കൂടെ കൈപിടിച്ച് നടന്നപ്പോഴാണ് തൻ്റെ ഇണയെ കണ്ടപ്പോൾ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണെന്ന് പറഞ്ഞത്. അതിനുശേഷം പാപം ചെയ്ത് അവർ നഗ്നരാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഈ സ്ത്രീ മൂലമാണ് ഞാൻ പാപം ചെയ്തത്. സിനിച്ച നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൂട്ടുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇടയിൽ എവിടെയോ പിശാചിന്റെ ഒരു സാന്നിധ്യം കടന്നിട്ടുണ്ട്. ഈശോ മിശിഹായുടെ സാന്നിധ്യമാണ് നിങ്ങളെ മനസ്സൊന്നാക്കുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയും, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും ഈ എൻ്റെ മാംസത്തിന്റെ മാംസവുമാണ്. സ്ത്രീപ്പായ്ക്ക് വേദനിച്ചാൽ, സ്ത്രീപ്പായുടെ കണ്ണ് നിറഞ്ഞാൽ അത് സിനിത്തയ്ക്കും, സിനിത്തയുടെ കണ്ണ് നിറഞ്ഞാൽ സ്ത്രീപ്പായ്ക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഒരു കുടുംബജീവിതം സ്നേഹത്തിൽ ഒന്നാകുന്നത്. നിങ്ങൾ പരസ്പരം കണ്ണുനീർ പിടിക്കാതെ, നിങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹത്തിൽ ഒന്നായിട്ടിരുവാൻ, ഏത് ദുഃഖമുണ്ടായാലും നിങ്ങൾ പരസ്പരം കൈകോർത്ത് പിടിക്കുമ്പോൾ ആ ദുഃഖം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളായി മാറും. അതിനുവേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത്, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തോബീത്ത് തന്റെ ഭാര്യയും ചെയ്തതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മണികളിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു സുവിശേഷത്തിന്റെ സാന്നിധ്യം വേണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 or 2 വാക്കെങ്കിലും സുവിശേഷം വായിച്ചിട്ടാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, 2 വ്യത്യസ്ത കുടുംബങ്ങളാണ്, ആണും പെണ്ണുമാണ്, സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ പോലും നിങ്ങൾ പരസ്പരം കിടക്കുന്നതിന് മുമ്പ് സുവിശേഷം വായിച്ചിട്ട് പരസ്പരം സ്തുതിയിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അന്ന് പകൽ മൊത്തം ഉണ്ടാക്കിയ ഏത് ഉറപ്പുകളും ഏത് മാരകമായ അസ്വസ്ഥകളാണെങ്കിൽ പോലും ഈ സുവിശേഷത്തിന് നിങ്ങളുടെ മുറിവുകൾ ഉടക്കുവാനും നിങ്ങളെ ആദ്യം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനുമുള്ള ആധിപത്യം കലിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമക്കളെ, ഈ സുവിശേഷത്തിൽ ഏറ്റവും ആഴമായി വിശ്വസിക്കുവാൻ, സുവിശേഷത്തിലൂടെ ജീവിതത്തിന്റെ ആഴങ്ങളെ കടഞ്ഞിരുവാനുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, നിങ്ങളുടെ ജനതയ്ക്ക് അപ്പനും അമ്മയുമാകാൻ പോകുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിത മാതൃക, നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലേക്ക് സമീപിക്കുന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ കുദാശകളെ ഏറ്റവും വിശുദ്ധിയോടെ കാണുന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് എത്രപൂർവ്വം സ്നേഹം പെരുമാറുന്നതെന്നും ഇതൊക്കെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിറമായ ജീവിതമായി മാറണം. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായക അവസരത്തിൽ ഏറ്റവും പരാജയങ്ങളോ വിജയങ്ങളോ ഉണ്ടായാലും വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിന്റെ ആലയമായ നിങ്ങൾ ജീവിക്കുവാനായിട്ട് സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതം രക്ഷാകരമായി തീരും. ഈ തോബിയാസ് പുസ്തകം വായിക്കുന്ന പോലെ ആ വിവാഹത്തിൽ പുരുഷന്റെ കഥ എല്ലാവർക്കും അറിയാം. അവൾ എന്നും വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പിറ്റേ ദിവസം ഒരു പിശാചിന്റെ അസ്വസ്ഥം പോലെ മരണപ്പെട്ടിരിക്കും. തോബിയാസ് തന്റെ ദൈവം അനുസരിച്ച് മത്സ്യത്തെ കരിച്ചു. അതിനുശേഷം അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പിശാച് അവരുടെ മണിയറിൽ നിന്നും അവളെ വിട്ടുപോയി. പ്രിയ മക്കളെ, നിങ്ങൾ എത്രമാത്രം സ്നേഹപൂർവ്വമാണ് നമ്മുടെ പ്രവേശിക്കുന്നതെന്ന് ഓർത്ത് അപ്പോൾ ഈശോ മിശിഹായുടെ സാന്നിധ്യം കൊണ്ടും വിശുദ്ധ കുർബാന കൊണ്ടും വിശുദ്ധ വചനം കൊണ്ടും നിങ്ങളുടെ സുവിശേഷത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം വർദ്ധിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, ഈ മക്കൾക്ക് വേണ്ടി ഇന്നത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ഒരു സഹസ്രാധിപത്യത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അറിയാലോ, ഈശോ മിശിഹായുടെ കരം പിടിച്ചിട്ടില്ലെങ്കിൽ, ഈശോ മിശിഹായുടെ നിറയുന്ന സാന്നിധ്യം ഇവരുടെ കുടുംബത്തില്ലെങ്കിൽ ഈ ജീവിതത്തിൽ കടന്നു പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഈശോ മിശിഹായുടെ സാന്നിധ്യം കൊണ്ട് ബന്ധിക്കുവാൻ നിങ്ങൾ ഇന്ന് സുവിശേഷത്തിൽ തൊട്ട് നിങ്ങൾ പ്രതിജ്ഞയെടുക്കും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒന്ന് ജീവിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നത് ഈശോ മിശിഹായുടെ ഹൃദയത്തിൽ തൊട്ടാണ്. ആ ഹൃദയത്തിൽ കൊണ്ടുവന്ന പരിശുദ്ധമായ രക്തം നിങ്ങളെ ഒന്നിപ്പിക്കുകയും നിങ്ങളുടെ എല്ലാ കുറവുകളെയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ ഏറ്റവും സ്നേഹപൂർവ്വം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ഏറ്റവും സ്നേഹപൂർവ്വമുള്ള ആശംസകൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും എല്ലാവരുടെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ഈ നിഷ്കളങ്കമായ ചിരി എന്നും ഉണ്ടാകട്ടെ എന്ന് ശ്രീഭാഗ്യം സിനിറ്റയ്ക്കും എന്നും ചിരിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ ഈ ചിരിയോടുകൂടി ജീവിക്കുവാൻ, ചിരിയിൽ സന്തോഷം കണ്ടെത്തുവാൻ, ഏത് സങ്കടങ്ങളും പരസ്പരം ചിരിച്ചു കഴിഞ്ഞാൽ മാനവൻ പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ ഈ വധുവരന്മാർമേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകാൻ വിവാഹബന്ധത്തിന്റെ അപ്പതിയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശുദ്ധിയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കാനായിലെ കല്യാണത്തിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദൈവീ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരമായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരേ, ഈ വധുവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യഹൂദിയോടെ പരിക്രമണം ചെയ്തതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രുതിയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ ദാസനെ ശക്തനാകണമേ. അങ്ങനെ ഹൃദയ സമൃദ്ധമായി വലിച്ചെറിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. വിവാഹ ഉടമ്പടി മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സിനിറ്റായെ രഫാലിയായി സ്വീകരിക്കുന്നു. സിനിറ്റ മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സ്റ്റീവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹോടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടി അടയാളമായി പരസ്പരം ഹൃദയം ചേർത്ത് പിടിക്കുക.
അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിനും മനസ്സിലാക്കിയതിനും കൂടെ കുടിയേക്കുമാറാകട്ടെ. വിശ്വസിക്കുക. ലോകാധിപതിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ താലിമഞ്ചിരിപ്പ് കുരിശ് കൊണ്ട് മണിയായ കർത്താവേ, വിശ്വാസികളുടെ ആശീർവദിക്കണമേ. ഐക്യത്തെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും വലിയ ബന്ധിക്കുവാനാവട്ടെ. ഇതിന്റെ എല്ലാ ക്ലേശങ്ങളും സന്തോഷിക്കുവാൻ ജീവിക്കുവാനും ഇതിനെ കുറിച്ച് വലിയ ശക്തനാക്കട്ടെ. ഇതിനെ വിശ്വസിക്കാൻ മാനിക്കുകയും ചെയ്യട്ടെ. മോചനവിരിപ്പ് കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായ പരസ്പരയും ബോധനങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രംകൂടി മഞ്ചിരിപ്പ് കർത്താവേ, ഈ മന്ത്രംകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പരവും വഴി നിരീക്കുവാൻ നിരീക്കണമേ. മണവാട്ടിയായ പരിസ്ഥമയെ മധുവസ്തുക്കൾ ചേർത്താവേ, ജീവിച്ചുകൊണ്ട് വസ്തുക്കളിക്കുവാൻ വലിയ യോഗ്യരാകുകയും ചെയ്യണമേ. പ്രതിജ്ഞാവാചകം. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ശക്തിനായ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധഫലങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ചിരസായപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷിക്കുന്നതുമായിരിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങളെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവും ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയോട് നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾ നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അത് വിശുദ്ധമാക്കി നയിക്കുവാനും അവിടെ നിങ്ങളെ സഹായകമാകട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുത്തെ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇത്ര നാളായി കുതിച്ചിടുന്നു എന്നെ നീയാക്കി മാറ്റിടേണമേ. അഭേദ്യമായ ഗതിയിൽ ഇവരെ ഒന്നിച്ച പരിപാലന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നയിക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ഉമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാന്യവാനായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ.
വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിന്നെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കൂടെ പഠിച്ച ഒരു സഹപാഠി എന്ന നിലയിൽ ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുവാൻ, നിങ്ങളുടെ വിവാഹത്തിൽ പങ്കുചേരുവാൻ ഒത്തിരി സന്തോഷമുണ്ട്. 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒന്ന് പ്രത്യേകമായിട്ട് സ്റ്റീവനോട് പറയാൻ വേണ്ടിയിട്ടാണ്. You have received a very mature wife. That is something which I can say from the bottom of my heart. Congratulations, brother. രണ്ടാമത്തെ കാര്യം, സെനറ്റയുടെ കുടുംബവുമായിട്ട് ഒത്തിരി അടുത്ത് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, dear couple, you also have a very special person praying for both of you from heaven. And I believe that I have to take his name today. It's Sanish. You don't have to worry about your life. Definitely he is praying for both of you, and that is what I wanted to say. Wish you all the very best. Thank you. മംഗളകരമായ വിവാഹത്തിൻ്റെ തിരുക്രമം അവസാനിച്ചിരിക്കുകയാണ്. കണ്ടച്ചാങ്കുന്നേൽ ബിജുവിൻ്റെയും മിഷയുടെയും മകനായ സ്റ്റീവനും, തെക്കേക്കുറ്റ് സ്റ്റീഫൻ ഡെയ്സി മകൾ സനിറ്റയ്ക്കും എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞാൻ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയാണ്. നിങ്ങളുടെ വിവാഹ ജീവിതം മംഗളകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതുപോലെ സെനറ്റയ്ക്കും പ്രത്യേകമായിട്ട് ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ തിരുക്രമങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത് ബന്ധുവായ തേക്കുംകാടിൽ ബഹുമാനപ്പെട്ട സ്റ്റിജോ അച്ഛനാണ്. അതുപോലെ തന്നെ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് ബന്ധുവായ ചെക്കാലയ്ക്കൽ ബഹുമാനപ്പെട്ട ജോസച്ചനാണ്. ഇന്ന് ഇവിടെ വരികയും ഈ തിരുക്കർമ്മത്തിൽ കൂടെ പങ്കാളിയാവുകയും നമുക്കായിട്ട് ആശംസ നൽകുകയും ചെയ്ത് ബഹുമാനപ്പെട്ട ജിൻസച്ചനാണ്. അച്ഛനിപ്പോൾ മുംബൈയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് 3 പേർക്കും അതുപോലെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാവർക്കും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. We
drinking all my fears away. I could wait with you. If we calm down, I'll carry all the weight while we try to fix this. We'll build something new. But you ripped my walls down faster than I knew how. Build them up again. Stay with me. I'm waking up late, drinking all my fears away. I could wait with you. If we calm down, I'll carry all the weight while we try to fix this. We'll build something new. But you ripped my walls down faster than I knew how. Build them up again. 'Cause we're all giants trying to answer questions. Why do we feel so small when we're not at all? But even
your face, I love you. Oh, my little daughter, you're the meaning of grace, I love you. And I'm like, oh, take a little piece of my heart. Talking in your sleep, I wonder what you're dreaming up, dear. And if the world don't keep you warm, there's a blanket of stars above here. So, and I'm like, നമ്മുടെ bride and groom ഇവിടെ സ്റ്റേജിൽ ഉണ്ട്. But as you all can see, the stage is incomplete, right? So, നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും പാരന്റ്സിനെയാണ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. this is where you'll always wanna be, then leave your take on it. There's a place that we go when you look at the light and the splinters. There's plenty of gas to last us through the cold, cold winter. And I'm like, oh, take whatever's left of my heart. ആദ്യമായിട്ട് തന്നെ സ്റ്റീവനും മുസ്ലിം ചേർന്ന് ഐശ്വര്യത്തിൻ്റെയും ഈശ്വര സാന്ദ്രയും പ്രതിയുമായി തിരികൾ തുടിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങുകൾക്ക് ആരംഭിക്കുകയാണ്. അവകാശിയായ പ്രിയപ്പെട്ട അമ്മ സ്റ്റേജിലെത്തി. നമ്മളിതിലൂടെ 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം വാങ്ങിയ ശേഷമാണ് നമ്മുടെ പൊരുമാർക്ക് വാഴു പിടിക്കേണ്ടത്. വാഴു പിടിക്കാനായിട്ട് പ്രിയപ്പെട്ട അമ്മയെ ക്ഷണിക്കുന്നു. കിട്ടില്ല കേട്ടില്ല കിട്ടില്ല നീ അമ്മ ചോദിച്ചത് കിട്ടില്ല നീ കിട്ടില്ല കേട്ടില്ല കിട്ടില്ല നീ അമ്മ ചോദിച്ചത് കിട്ടില്ല നീ. കണ്ടച്ചാൻകുന്നൽ ബിജു നിഷാം മകൻ സ്റ്റീവനും തെക്കേക്കുറ്റ് സ്റ്റീഫൻ ഡേസി മകൾ സനീതയ്ക്കും വാഴ പിടിക്കട്ടെ. കേട്ടല്ലോ 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 നീ അമ്മ ചോദിച്ചത് കേട്ടല്ലോ നീ. വാഴുന്ന വാഴു നിന്നക്കായി അമ്മേ നീയും നിൻ ഭർത്താവും മക്കളും കൂടെ പങ്കിട്ടു നിൻ മക്കൾക്കുള്ളു വീഴാതെ ശൈവാവും വിരിവുമാതെല്ലാം അടുത്തതായിട്ട് പാലും പഴവും നൽകുന്നു. എടുത്ത് കഴിക്കാം. വീഴ്ച പലതും വിതെന്നതാകി വീഴ്ച പൊറുക്കേണ്ട കുടിയലോകരും ഓർമ്മയുള്ള മകനെ കണ്ടമായി ഉമ്മായിരുന്നു കൊടുക്കേണം
മുന്നോട്ട് ചെന്നു കൊടുത്ത മധുരങ്ങൾ ഇച്ഛിച്ചു തന്ന മധുരങ്ങൾ ചൊല്ലുക ഇച്ഛായിരുന്നു ശരി പാറമാറില്ല ഈശോ മിശിഹ തുണയാവുമെപ്പോഴും ഓർമ്മയുള്ള മകനെ കണ്ടമായി ഉണ്ടായിരുന്നു കൊടുക്കണമെന്ന് ഒന്നും തടിയായി പാലും പഴവും കൊടുത്ത മധുരം ഇച്ഛിച്ചു തന്ന മധുരങ്ങൾ ചൊല്ലുക ഇച്ഛായിരുന്നു ശരി പാറമാറില്ല ഈശോ മിശിഹ തുണയാവുമെപ്പോഴും. കച്ച തഴുകാനായിട്ട് പ്രിയപ്പെട്ട വധുവിൻ്റെ അമ്മാച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അമ്മാച്ചനെ കേട്ടോർത്തെങ്കിൽ നല്ലൊരു കൈയിടുക. പെണ്ണിനും ചെറുക്കനും കച്ച കേട്ടെ. കിട്ടില്ല കേട്ടില്ല കിട്ടില്ല അമ്മാച്ചൻ ചോദിച്ചത് കിട്ടില്ല സ്റ്റീവനും സെനീറ്റായി കച്ച കേട്ടെ. കിട്ടില്ല കേട്ടില്ല കിട്ടില്ല അമ്മാച്ചൻ ചോദിച്ചത് കിട്ടില്ല നമ്മുടെ മണവാളിനും മണവാട്ടിയും കച്ച കേട്ടെ. കിട്ടല്ലോ അമ്മാച്ചൻ ചോദിച്ചത് കിട്ടല്ലോ ചിത്രം നിരത്തിലെ ഉല്ലിഞ്ഞമാണിന്റെ പടവും നിരത്തി അവച്ച വഴിയും അവീഴം നിരത്തിലേ വീട്ടിൽ കുളിച്ചെടുത്ത മണവാട്ടി തകരവു കാണും മണവാളയും മണവാളം അലകളിച്ചു ഇന്നത്തുവൻ ഏറ്റവരെ എന്നുടയാ മണവാള സന്തോഷ വീരമായി രണ്ടുപേരുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് നല്ലൊരു കൈ കൊടുക്കുക. മരണം വരെയും നിങ്ങൾ മരണം വരെയും നിങ്ങൾ
അച്ഛന്മാര് സ്റ്റേജിലെത്തി ആദ്യമായിട്ട് തന്നെ പരസ്പരം വിഷ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് കോടിത്തുഴ നൽകിക്കൊണ്ട് ഉപചാരപൂർവ്വം വിരുന്നിനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഞാൻ നല്ലൊരു കാര്യം കൊടുക്കാം. ഈ ഒരു മനോഹരമായ ചടങ്ങോടുകൂടി ഇന്നത്തെ വിരുന്ന സൽക്കാരം ആരംഭിക്കുകയാണ്. കുടുംബാംഗങ്ങളെ ക്ഷണം സ്വീകരിച്ച് സ്റ്റീവിന്റെയും സെലിറ്റിയുടെയും ഈ ഒരു വണ്ടർഫുൾ ഡേയിലേക്ക് കടന്നു നിങ്ങൾ ഓരോരുത്തർക്കും കുടുംബാംഗങ്ങളുടെ പേരുടെ നന്ദി അറിയിക്കുകയാണ്. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും രുചികരമായ ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. ആഹാരം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഹോളിലും ഒപ്പം തന്നെ ഈ ഹോളിലെ തൊട്ടടുത്തുള്ള ഹോളിലുമാണ്. എല്ലാവരും സാവകാശം ആഹാരം കഴിക്കാനായിട്ട് ബുഫേയിലേക്ക് എത്തിച്ചേർണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പറയാതെ വന്നിൻ ജീവനിൽ നിറമേകി അറിയാതെ മറുപാതിയായ എന്നുള്ളിൽ നീ പടരുന്നു മായാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ. പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ. എന്നുയരുമല്ലേ നമ്മളിട പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കുതിരയാതെ കണ്ണുകളും ഒരു ചെറുചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ. പതിവായി നീ എന്നെന്നും ഈ നിറയുന്ന
കണ്ണുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാ നോക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ ആരും കാണാതൊന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവിൽ തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവിൽ തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയാ
बीट है पर कुड़ियां दे नाल बहुत स्वीट है मुन्ना थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है ढोंगी सही बड़ा ढीठ है वायरल हो गया ये ट्वीट पर फूल फूल करने में कूल तुम बड़ी तेज कटारी है शक्ल तेरी की हमने कर दी तैयारी है नचते ने सारे रंग मिल के आज हिले डुल के मेरे सारे के सारे नजारे नचते ने सारे रंग मिल के आज हिले डुल के मेरे सारे के सारे नजारे जज़बानों का Oscar da Clava, Rachel da Clava, pudu varshakana kavlenumma, aadatte velam kelkano nammal, verunnai varunurumma, silum silum taalathil padanju pollam, padanjali theeratho parangirangam, parakkum ee lokatte vilakedukam, irangi va orungi va ninungi va innale vega. Money, 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 money.
ചുണ്ടികളെ മാറുന്ന നല്ല ചുണ്ടിറങ്ങൂ വീട്ടിൽ കുളിച്ചെടുക്കണം നദിയോടെ മാറുത്തി ചെന്നടിവനു നദിയോടെ മാറുത്തി അവൾക്കുറപ്പിൻ ഉറക്കെടുവിൻ വീരന്മാർ വീരമായി Maybe it's the way you say my name. Maybe it's the way you play your game. But it's so good. I've never known anybody like you. But it's so good. I've never dreamed of nobody like you. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile. That you are the one for me. 'Cause it gets so hard to breathe when you're looking at me. I've never felt so alive and free. When you're looking at me, I've never felt so happy. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. Dandelion into the wind you go, won't you let my darling know? Dandelion into the wind you go, won't you let my darling know that I'm in a field of dandelions, wishing on everyone that you would be mine. Oh, and I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be
the stars.